വാർത്തകൾ വിശദമായി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ലൈംഗിക പീഡന കേസിൽ വിധി അല്പസമയത്തിനകം. വിധി കേൾക്കാൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിലെത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പറയുക. ജഡ്ജി ഗോപകുമാറും കോടതിയിലെത്തിയിട്ടുണ്ട്. കോടതിയിലും പരിസരത്തും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 105 ദിവസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കോടതി വിധി വരുന്നത്. വിവരങ്ങളുമായി കോടതി പരിസരത്ത് നിന്നും ശരണ്യ സ്നേഹജനും ശ്രീജിത്തും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, അങ്ങേയറ്റം പ്രമാദമായൊരു കേസാണ്. കേരളം മാത്രമല്ല പുറത്തും രാജ്യത്താകെ രാജ്യാന്തര ശ്രദ്ധ തന്നെയും നേടിയ ഒരു കേസാണ്. ആ നിലക്ക് വലിയ തോതിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട കേസിലെ വിധി വരികയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? വലിയ സുരക്ഷയാകുമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. എപ്പോഴേക്ക് നമുക്ക് വിധി അറിയാനാകും? സനീഷ, കാത്തോലിക്ക സഭയെ സംബന്ധിച്ച് സഭയുടെ ഒരു സുപ്രധാനമായ കേസാണിത്. കാരണം സഭയിൽ ആദ്യമായി ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം മുന്നോട്ട് വരികയും ആ കേസിനകത്ത് സഭയെ സമീപിച്ചിട്ടും ഒരു കന്യാസ്ത്രീക്ക് നീതി കിട്ടാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കേണ്ട അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയ സുപ്രധാനമായ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ സുപ്രധാനമായ കേസുകളിൽ ഒന്നാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട കേസ്. എന്തായാലും ഈ കേസ് അല്പസമയത്തിനകം വിധി പറയും എന്നുള്ളതാണ്. 11 മണിക്കാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ 11 മണിക്ക് ഇത് വിധി പറയാനായി എടുക്കും. നമുക്കറിയാം 2014 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. 2014 ഇത്തരത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ കുറുവിലങ്ങാട് മഠത്തിലെത്തുകയും 13 തവണയായി കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കന്യാസ്ത്രീ പരാതി നൽകുന്നത്. തുടർന്ന് അതിന് പിന്നീട് ഈ കേസിൽ സഭയ്ക്ക് മദർ സുപ്പീരിയറിന് പരാതി നൽകുകയും സഭയ്ക്കുള്ളിൽ നിന്ന് നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു കന്യാസ്ത്രീക്ക് നിയമ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടി വരികയും ചെയ്തു. 2018 അത്തരത്തിലൊരു പരാതി നൽകുകയും ജലന്ധറിൽ നിന്നുള്ള മദർ സുപ്പീരിയർ അടക്കം കുറുവിലങ്ങാട് മഠത്തിലെത്തി തെളിവ് ശേഖരിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനകത്തൊന്നും പിന്നീട് യാതൊരുവിധ നടപടികളും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് നിയമ സംവിധാനങ്ങളെ തേടി കന്യാസ്ത്രീമാർ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം ആ ഒരു കേസിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പിന്നീട് ഇത് സംബന്ധിച്ച് കന്യാസ്ത്രീമാർ തെരുവിലിറങ്ങുകയും ഈ കേസ് അന്വേഷണം സംബന്ധിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും കുറ്റപത്രം സമർപ്പിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് പരസ്യമായി അവർ അത്തരത്തിലൊരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങുകയും ചെയ്ത് ആ കാഴ്ചയൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. കേരളം സനീഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഒട്ടുക്കെ ചർച്ച ചെയ്യുകയും വത്തിക്കാനിലേക്ക് അടക്കം പരാതി താൻ നേരിട്ട പീഡനങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ദീർഘമായ കാലയളവിന് ശേഷം 10 മാസത്തിന് ശേഷമാണ് ഈ കേസ് കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്. പിന്നീട് 3 മാസത്തോളം വിചാരണ പൂർത്തിയാക്കി ജനുവരി 10 കേസ് ഇന്ന് വിധി പറയാനായി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സുപ്രധാനമായ കേസിൽ ഇപ്പോൾ പ്രധാന പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ, അത് നമുക്കറിയാം ലൈംഗിക ആരോപണ കേസിൽ ആദ്യമായാണ് ഒരു ബിഷപ്പ് അറസ്റ്റ് ചെയ്യുകയും 25 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ കേസിലെ സുപ്രധാനമായ അല്ലെങ്കിൽ പ്രധാന പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ രാവിലെ 9:30 തന്നെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രധാനമായ വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കാൻ പോവുകയാണ്. കന്യാസ്ത്രീകൾ എത്തിയിട്ടില്ല, അവർ മഠത്തിൽ തന്നെയാണുള്ളത്. നമുക്കറിയാം പലയിടങ്ങളിൽ കന്യാസ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, കോടികൾ വാഗ്ദാനം ചെയ്തു. ഒടുവിൽ തനിക്കൊരു വധഭീഷണി അടക്കമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകേണ്ട സാഹചര്യമെന്ന് പരസ്യമായി പൊതുനിരത്തിൽ പറഞ്ഞ പോലെയുള്ള പരാതികളുമായി കന്യാസ്ത്രീ സമൂഹത്തിന് ഇറങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്തു. 7 ബിഷപ്പുമാർ അടക്കമുള്ള ആളുകളെ ഈ കേസിൽ വിസ്തരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കർദിനാൾ മാർ ആലഞ്ചേരിയെ വിസ്തരിച്ച കേസ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ സഭയെ സംബന്ധിച്ച സുപ്രധാനമായ ഒരു കേസാണ്. ഒപ്പം തന്നെ ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2014 കാലഘട്ടത്തിൽ നടന്ന കേസാണ്, സംഭവങ്ങളാണ്. അതിനുശേഷം അതായത് ലൈംഗികമായി ഒരു കന്യാസ്ത്രീയെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, മേലധികാരി എന്നുള്ള സ്വാധീനം ഉപയോഗിച്ച് ചൂഷണം ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായ കേസ്. ഒപ്പം തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ ഉള്ള 7 വകുപ്പുകളാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ചുമത്തിയിട്ടുമുള്ളത്. അതിൽ ഈ കേസിൽ വിചാരണ കൂടാതെ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോ കീഴ്ക്കോടതിയും ഒപ്പം തന്നെ സുപ്രീം കോടതിയും ഒക്കെ സമീപിക്കുകയും എന്നാൽ അത് പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് നീതിന്യായ വ്യവസ്ഥ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയൊരു ഗുരുതരമായ ആരോപണമാണ്. തിരിച്ചു വരാം ശരണ്യ, അല്പസമയത്തിനകം വിധി വരും. വിധി കാത്തിരിക്കുകയാണ് കേരളമാകെ തന്നെയും. കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തും വലിയ രാജ്യാന്തര ശ്രദ്ധ തന്നെയും നേടിയ ഒരു കേസിന്റെ വിധിയാണ് അല്പസമയത്തിനകം കോട്ടയത്ത് നിന്ന് വരാനുള്ളത്. ഞാൻ തിരിച്ചു വരാം ശരണ്യ. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കമാൽ പാഷ, വളരെ പ്രമാദമായൊരു കേസിലെ സുപ്രധാനമായ വിധിയാണല്ലോ വരാനിരിക്കുന്നത്. ഇത് ഏത് നിലക്ക് ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ സംഘടിത മത കേന്ദ്രങ്ങളെ അടക്കം ചലിപ്പിക്കുന്നൊരു വിധിയാകുമല്ലോ ഇത്, അല്ലേ? സംശയമില്ലാത്ത കാര്യമാണ് അത്. ആ വിധി എന്തായിരിക്കും എന്ന് നമുക്ക് പറയാനാവുന്നില്ല. ആ കേസിലെ തെളിവുകൾ അനുസരിച്ചിരിക്കും വിധി.
പക്ഷെ എന്തായാലും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിധി തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അത് ഈ ഫ്രാങ്കോ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് ഒരു വളരെ വലിയൊരു ഷോക്ക് അതിലെ ആ മതമേലധ്യക്ഷന്മാർക്ക് പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നു. ഫ്രാങ്കോയെ വെറുതെ വിട്ടു എന്നതാണ് ഇപ്പോൾ. ശരി, ഇനി അതിനകത്ത് വേറെ ഒന്നും പറയാനില്ലല്ലോ. അതാണ് നമ്മളിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആദ്യ വിവരം. ഞാൻ താങ്കളിലേക്ക് ഒന്ന് ഇത് വാർത്തയുടെ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം വരാം. പ്രാഥമികമായിട്ടുള്ളതാണ്, വിശദീകരണം വിശദമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഇതാണ്. ശരണ്യയിൽ നേരിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. ശരണ്യ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സ്ഥിരീകരിക്കാവുന്നതാണോ? സനീഷ്, നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഈ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോവുമായി ബന്ധപ്പെട്ട കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കോടതിക്കകത്ത് നിന്ന് ലഭിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഇനിയും ലഭിക്കേണ്ടതായുണ്ട്. പ്രാഥമികമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്കിപ്പോൾ കൈമാറാനുള്ള വിവരം എന്ന് പറയുന്നത്, ഈ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുകയാണ്. ഉറപ്പിക്കാവുന്ന വിവരമാണോ? അത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ രണ്ട് ചോദ്യം മാത്രമേ ഉള്ളൂ. ഒന്ന് വെറുതെ വിട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. ഇതിൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന സാഹചര്യമായല്ലോ അല്ലേ? നമുക്കിപ്പോൾ കോടതിക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതാണ്. ഫ്രാങ്കോ കുറ്റവിമുക്തനായിരിക്കുന്നു. ഫ്രാങ്കോ മുളക്കൽ അതാണ്. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിധി അവിടെ നിന്ന് വന്നിരിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ വെറുതെ വിട്ടു എന്ന സുപ്രധാനമായിട്ടുള്ള വിധിയാണ് ആ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്, കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിശക്തമായുള്ള നിയമ പോരാട്ടം, തെരുവിലും ഇറങ്ങി നടത്തിയ സമരം കന്യാസ്ത്രീകൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണ അവർക്ക് ഉണ്ടായിരുന്നു. തെളിവുകളും മറ്റും വച്ചുള്ള നിയമപരമായ പോരാട്ടത്തിൽ ഫ്രാങ്കോ മുളക്കൽ വിജയിയായിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. വെറുതെ വിട്ടു ഫ്രാങ്കോ മുളക്കലിനെ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. നിശ്ചയമായിട്ടും നീതിന്യായ പോരാട്ടം ഒരുപക്ഷെ വീണ്ടും തുടരുമായിരിക്കും. പക്ഷേ പ്രാഥമികമായിട്ട് ഈ പ്രാഥമിക കോടതിയിൽ നിന്ന് ഉള്ള വിധി, വിചാരണ കോടതിയിൽ നിന്നുള്ള വിധി ഇതാണ്. ഫ്രാങ്കോ മുളക്കലിനെ വെറുതെ വിട്ടിരിക്കുന്നു. ശരണ്യ, തുടരാമോ? സനീഷ, ഏറ്റവും സുപ്രധാനമായ വിധി ഇപ്പോൾ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സെഷൻസ് കോടതി ജഡ്ജി ഗോപകുമാറാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരെ നൽകിയ പരാതിയിൽ ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ കുറ്റവിമുക്തനായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ കോടതിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ ജി ശ്രീജിത്ത് നമ്മളോട് കൈമാറും. വളരെ പെട്ടെന്നാണ് കോടതി ഇത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കോടതി ഹാജരാകുന്നു, കോടതി ചേരുന്നു, ഉടൻ തന്നെ ഈ കോടതി ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാണ് എന്ന ഒറ്റ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വളരെ വൈകാരികമായി ഫ്രാങ്കോ മുളയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ ഇതിനെ സ്വീകരിക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഫ്രാങ്കോ മുളയ്ക്കലും ഒപ്പമുള്ളവരും ഇതിനെ സ്വീകരിച്ചത്. എന്ത് കാരണങ്ങൾ കൊണ്ട് കുറ്റവിമുക്തൻ എന്നത് സംബന്ധിച്ചുള്ള വിവരം ഇനിയും കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. അത് വിധി പകർപ്പ് ഉൾപ്പെടെയുള്ളവ വരേണ്ടതുണ്ട്. അത് വന്ന ശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഫ്രാങ്കോ ഉൾപ്പെടെയുള്ളവർ വളരെ ആഹ്ലാദത്തോടെ കൂടി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. വളരെ പ്രമാദമായ ഒരു കേസ്. ആ കേസിൽ കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹം ഒറ്റ വരിയിൽ അറിയിക്കുകയായിരുന്നു. വിധി അദ്ദേഹത്തിന് അനുകൂലമാണ് എന്നുള്ളത് മാത്രമാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. വളരെ പ്രമാദമായ ഒരു കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഉള്ളത്. എന്തൊക്കെ കാരണങ്ങളാൽ ആണ് ഈ കേസ് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും കോടതി വളപ്പിന് പുറത്തേക്ക് ബിഷപ്പിനെയും കൊണ്ടുള്ള വാഹനം പോകുന്ന
കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊഴുകൈകളോടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പുറത്തേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ആൾക്കൂട്ടവും മറ്റും ഈ കോടതി വളപ്പിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, പ്രോസിക്യൂഷന് സംഭവിച്ച പരാജയം എങ്ങനെ എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെയും ഇനി പുറത്തു വരേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായൊരു വിധി എന്ന് തന്നെയാണ് പൊതുവിൽ ഇവർക്കൊപ്പമുള്ളവർ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വിധി പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്ത് വരുന്ന സ്ഥിതിവിശേഷമുള്ളൂ. പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും ഈ കോടതിയിൽ നിന്ന് പുറത്തെത്തിയിട്ടില്ല. അവരുടെ പ്രതികരണങ്ങൾ തീർച്ചയായും ഈ കേസിൽ ഇപ്പോൾ പെട്ടെന്ന് ലഭിക്കുക എന്ന് തോന്നുന്നു. അല്പസമയത്തിനകം ഫ്രാങ്കോ മുളയ്ക്കൽ ഔദ്യോഗികമായിട്ട് സംസാരിച്ചേക്കും. അദ്ദേഹം എന്തായാലും ഇപ്പോൾ ശ്രീജിത്ത് കോടതി മുറിക്കകത്ത് നിന്ന് അക്കാര്യങ്ങൾ നേരിട്ട് കണ്ടയാളാണ്. വരികയും ജഡ്ജി ഗോപകുമാർ വളരെ പെട്ടെന്ന് ഒറ്റ വാചകത്തിൽ വിധി പ്രസ്താവന നടത്തുകയുമായിരുന്നു. വിശദാംശങ്ങൾ പിന്നീടാണ് നമുക്ക് ലഭിക്കുക. ഇത് വിധി പ്രസ്താവത്തിനകത്തുള്ളത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഈ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തിൽ കുറ്റക്കാരനല്ല എന്നാണ്. കുറ്റക്കാരനല്ല, അദ്ദേഹത്തെ ബിഷപ്പിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുകയും പൊട്ടിക്കരയുകയും ചെയ്തു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അവിടെ കോടതി മുറിക്കകത്ത് എന്ന വിവരമാണ് ശ്രീജിത്ത് നേരിട്ട് കണ്ട ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഒറ്റ വരി പ്രസ്താവം മാത്രമാണോ അദ്ദേഹം നടത്തിയത്? ശരണ്യ, അങ്ങനെയാണോ ശ്രീജിത്ത് അവിടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്ത കേസ് അത് നിലനിൽക്കുന്നില്ല, ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന് തെളിയിക്കാൻ പോലീസിന്, അന്വേഷണ സംഘത്തിന്, പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ള വളരെ നിർണായകമായൊരു കണ്ടെത്തലേക്ക് കോടതി എത്തും. നമുക്കറിയാം, തെളിവുകളുടെ അഭാവമുണ്ടായിരുന്ന, പ്രത്യേകിച്ച് നേരിട്ടുള്ള തെളിവുകളുടെ അഭാവമുണ്ടായിരുന്ന ഒരു കേസാണ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ്. ആ കേസിൽ ആണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു ഇത്. സഭയെ ആകെ പിടിച്ചുലക്കിയ ഒരു കേസ്. ആ കേസിൽ ഉണ്ടായ ഒരു നിർണായക മൊഴിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ, ഇതിൻ്റെ വിധിപ്പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയെ വെറുതെ കുറ്റക്കാരനല്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനല്ല, അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. ബലാത്സംഗം, അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ടിരുന്ന ബലാത്സംഗം കുറ്റം തെളിയിക്കാൻ, തെളിവുകളോടെ സ്ഥാപിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നതാണ് കോട്ടയത്തെ കോടതി വിധിച്ചിരിക്കുന്നത്. നന്ദി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടുമാണ് ഈ വിധി പ്രസ്താവം കേട്ടത് ഫ്രാങ്കോ മുളയ്ക്കൽ എന്നാണ് അവിടെ നിന്ന് കോടതി മുറിയിൽ നിന്ന് തത്സമയം ഈ വിധി പ്രസ്താവത്തിന് സാക്ഷിയായ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനല്ല എന്ന വിധിയാണ് വന്നിരിക്കുന്നത്. അതിസുപ്രധാനമായിട്ടുള്ള വിധിയാണിത്. കോട്ടയം മുൻ എസ് പി, അന്നത്തെ അന്വേഷണ സംഘ തലവൻ ശ്രീ ഹരിശങ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഹരിശങ്കർ, ഇത് അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചയല്ലേ? തെളിവുകൾ കണ്ടെത്താനായില്ല, സ്ഥാപിക്കാനായില്ല എന്നല്ലേ കോടതിയുടെ വിധിയുടെ അർത്ഥം? എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിധിയല്ല. വളരെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് എവിഡൻസസ് കോടതിയിൽ വന്നിട്ടുണ്ട്. ഇതിലെ വിക്ടിമിന്റെ മൊഴി വളരെ ക്ലിയർ ആയിട്ടുള്ള മൊഴിയാണ്. കോടതിയിൽ വളരെ നന്നായി 9 ദിവസം ക്രോസ് ചെയ്തിട്ടും വിക്ടിം ആ മൊഴിയിൽ പിടിച്ചു നിന്നു. മാത്രമല്ല, കൊറോബറേറ്റീവ് എവിഡൻസസ്, മെഡിക്കൽ എവിഡൻസസ് ഒക്കെ ഉള്ള കേസാണ്. ആക്ടിവിറ്റിയിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വിശദമായി പഠിക്കും. തീർച്ചയായിട്ടും അപ്പീൽ പോകേണ്ട കേസാണ്. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന വിധിയല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നു എന്നാണ് വിചാരിക്കുന്നത്? ഇനി എന്താണ് ചെയ്യുക? അപ്പീൽ പോകും? തീർച്ചയായിട്ടും അപ്പീൽ പോകും. കാരണം ഇതിൽ അങ്ങനെ ഒരു വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ വിധി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു റേപ്പ് കേസിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വിക്ടിം ഇത്രയും ധൈര്യം കാണിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. മാത്രമല്ല, ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ പുറത്ത് വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എല്ലാം മറികടന്നുകൊണ്ട് ഒരു കന്യാസ്ത്രീ ഇത്തരം ഒരു പരാതിയായിട്ട് വരുമ്പോൾ അതിനകത്ത് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് മാത്രമേ ആ കേസിലുള്ളൂ. ഇപ്പൊ 2014 കേസ് 2018 റിപ്പോർട്ട് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും ആ ഡിലേ അല്ല എന്ന് പറയുന്നത് അതിനകത്ത് ആ സിസ്റ്റത്തിൽ അവർ സഫർ ചെയ്യുന്ന ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡിലേ ആണ്. അപ്പൊ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കാണണമെന്ന് നിരവധി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയൊക്കെ ജഡ്ജ്മെന്റ്സ് നിലവിലുണ്ട്. അതിനെല്ലാം ഒരു 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 പ്രതികൂലമായിട്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു കാരണവശാൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും അപ്പീൽ പോകും. ഒറ്റ കാര്യം കൂടെ ശ്രീ ഹരിശങ്കർ, ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ഇതിനകത്ത് അധികാരവും സമ്പത്തും ഉള്ള വലിയ തോതിലുള്ള
ഒരു പ്രതിഭാഗമാണല്ലോ ഉള്ളത്. ഈ അധികാരം, സമ്പത്ത് എന്നിവ ഈ വിധിയിലേക്ക് ഒരു കാരണമായിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദശേഷി ഒരു കാരണമായിട്ടുണ്ടാകുമോ വിധി ഇങ്ങനെ വരാൻ? അല്ല, കോടതിയുടെ ഒരു വിധി ആ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ശരിയല്ല. ഏതായാലും ഒരു റേപ്പ് കേസിനെ സംബന്ധിച്ചിടത്തോളം വിക്ടിമിന്റെ മൊഴി വിശ്വസനീയമാണെങ്കിൽ അത് വെച്ച് മാത്രം ശിക്ഷിക്കാമെന്ന് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കെ നിരവധി കൊറോബറേറ്റീവ് എവിഡൻസസും മെഡിക്കൽ എവിഡൻസും അടക്കമുള്ള ഒരു കേസിൽ വളരെ തെറ്റായ ഒരു വിധിയായിട്ട് തന്നെയാണ് ഇതിനെ അക്കാഡമിക്കായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതുപോലെ ഫിഡൂഷ്യറി റിലേഷൻഷിപ്പിൽ പ്രതികരിക്കാനാകാതെ നിൽക്കുന്ന നിരവധി നിരാലംബരായ ആളുകൾക്ക് അവരുടെ കറേജ് പോകുന്ന രീതിയിലുള്ള വിധിയാണ്. ഇത്തരം വിധികൾ വരുമ്പോൾ സ്വാഭാവികമായ ആളുകൾ പുറത്തേക്ക് വരാനായിട്ട് മടിക്കും. അപ്പോൾ ഇത്തരം വിധികളിൽ സ്വാഭാവികമായിട്ടും റേപ്പ് കേസുകളിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി തന്നെയാണ് കോടതി ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ആ കോടതി വന്നിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വളരെ പ്രൊഫഷണലായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ വിറ്റ്നസസും കൊറോബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മെഡിക്കൽ എവിഡൻസ് ശക്തമായി കോടതി വന്നിട്ടുണ്ട്. ഡിഫൻസ് വിറ്റ്നസസ് എല്ലാം തന്നെ വളരെ മാനിപ്പുലേറ്റഡ് വിറ്റ്നസസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് ഇത്തരം വിധി വന്നു എന്നുള്ളത് വിഷയമായി പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അപ്പീൽ പോകേണ്ട ഒരു കേസാണ്. ശരി, വളരെ വളരെ നന്ദി ശ്രീ ഹരിശങ്കർ. ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ. അങ്ങേയറ്റം ഇത്രയും വർഷത്തെ ഗതിക്ക് വന്നിരിക്കുകയാണ്. ഇത് ജനപരമായ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം വളരെ സന്തോഷകരം. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള വിധിയായിരുന്നു. പ്രതീക്ഷിച്ച വിധി അനുകൂലം കോടതിക്ക് ബോധ്യമായി, ഇത് കള്ളക്കേസാണെന്നുള്ളത് ബോധ്യമായി. അതാണ്. എൻ്റെ പേര് മജീഷ് കൊച്ചുമലയിൽ. പ്രതീക്ഷിച്ച വിധി എന്നാണ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഭാഗത്തെ ആളുകൾ പറയുന്നത്. അങ്ങേയറ്റം സന്തോഷകരമായുള്ള വിധിയാണ്, പ്രതീക്ഷിച്ചതാണ്. ഇത് തട്ടിപ്പാടെന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യമായി എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് വരുന്നത്. പക്ഷേ നേരത്തെ അന്വേഷണ സംഘത്തലവനായിരുന്ന ശ്രീ ഹരിശങ്കർ വളരെ കൃത്യമായിട്ട് ഇരയുടെ മൊഴി ഉണ്ടായിരുന്നു. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയും അത് സ്ഥാപിക്കാനായാൽ തന്നെയും അവർക്ക് അനുകൂലമായുള്ള വിധി വരണമെന്നത് നേരത്തെ നിരവധിയായിട്ടുള്ള നീതിന്യായ കോടതിയിലെ വിധികൾ ഉണ്ട്. എന്നിട്ടും ഇങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കും. ഈ ശാസ്ത്രീയമായുള്ള തെളിവുകൾ സ്ഥാപിക്കാനായി ഇരയുടെ മൊഴിയിൽ അവർ അവസാനം വരെ മുറച്ചു നിന്നു. അത് കൊറോബറേറ്റ് ചെയ്ത് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായത് എന്നത് പരിശോധനയിലൂടെ, അപ്പീലിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. 164 സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ, കോടതിയിൽ കന്യാസ്ത്രീ പറഞ്ഞല്ലേ പ്രധാനപ്പെട്ട കാര്യം. കോടതി പറഞ്ഞ മൊഴി കോടതി അവിശ്വസിച്ചു. അവർ പറഞ്ഞ മൊഴി അവിശ്വസിച്ചു, അത് ആവർത്തിച്ചു. അതിനകത്ത് ഒരു പ്രോസിക്യൂഷന് എതിരായ ഒരുപാട് ഘടകങ്ങൾ ഈ കേസിലുണ്ട്. പ്രോസിക്യൂഷൻ രേഖകൾ തിരുത്തിയിട്ടുണ്ട്, അത് തെളിഞ്ഞു. മെഡിക്കൽ കോളേജിലെ ചില റെക്കോർഡുകൾ തിരുത്തി, അതിൻ്റെ ഒറിജിനൽ റെക്കോർഡ് പ്രതിഭാഗം വിളിച്ചു വരുത്തിയപ്പോൾ ആ പ്രോസിക്യൂഷൻ റെക്കോർഡുകളിലൊക്കെ ബലാത്സംഗം ഉണ്ടെന്ന് കാണിക്കുന്ന രേഖകളിലൊക്കെ തിരുത്തലുള്ളതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ബിഷപ്പ് ഫ്രാങ്കോ അവർക്കെതിരായിട്ടൊരു എൻക്വയറി ഓർഡർ ചെയ്തിരുന്നു. ആ എൻക്വയറി ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ ഈ കംപ്ലയിൻറ്റുമായിട്ട്, ആ എൻക്വയറി ഓർഡർ ചെയ്ത ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഈ കംപ്ലയിൻറ്റുമായിട്ട് ആദ്യം വരുന്നത്. അപ്പോൾ ഇതൊന്നും വിശദീകരിക്കാനോ ഇതൊന്നും കോടതിയിൽ തെളിവുകൾ നൽകി സാധൂകരിക്കാനോ കഴിഞ്ഞില്ല. പിന്നെ അവരൊരുപാട് പേരോട് പറഞ്ഞെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആളുകളെല്ലാം കോടതി എന്ന് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതെല്ലാം സഭാ നേതാക്കന്മാർ അവരാരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരാരും ഹോസ്റ്റലിലില്ല. അവരുടെ എല്ലാം പോലീസിൽ കൊടുത്ത മൊഴിയിലും മജിസ്ട്രേറ്റിൽ കൊടുത്ത മൊഴിയിലും ഒക്കെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. അത് അവർ ഒരു സെറ്റായിട്ട് നിൽക്കില്ലേ? അത് തന്നെയല്ല. അതിനല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ സാക്ഷി അഭിലാഷ് മോഹനാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ അഭിലാഷ് മോഹൻ്റെ ക്ലോസ് എൻകൗണ്ടറിൽ അനുപമ എന്ന് പറഞ്ഞ കന്യാസ്ത്രീ കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഈ കോടതി വന്നത്. അഭിലാഷ് മോഹനെ ഞങ്ങൾ വിളിച്ചു വരുത്തി വിസ്തരിച്ച് ഈ കോടതി. അഭിലാഷ് മോഹൻ്റെ ഇൻ്റർവ്യൂയോടുകൂടിയാണ് അനുപമ പറഞ്ഞ മുഴുവൻ കള്ളമാണ് തെളിഞ്ഞത്. ഈ കേസ് നടക്കുന്നതിന് മുമ്പ് ഈ കന്യാസ്ത്രീകളുടെ സമരം നടക്കുന്ന സമയമുണ്ടല്ലോ വഞ്ചി സ്ക്വയറിൽ, ആ സമയത്ത് അവർ അഭിലാഷ് മോഹൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അനുപമ. ആ ഇൻ്റർവ്യൂവിൽ അനുപമ പറയുന്നുണ്ട്, ഈ കേസൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതെന്ന്. അത് അഭിലാഷ് മോഹനെ ഇവിടെ വിളിച്ചു വരുത്തി ആ വീഡിയോ ഇവിടെ കോടതി പ്രദർശിപ്പിച്ചു. അഭിലാഷ് മോഹനെ സാക്ഷിയായിട്ട് വിസ്തരിച്ചു. DW 5 ആയിട്ട് വിസ്തരിച്ചു. അഭിലാഷ് മോഹൻ ഇത് എന്നോട് പറഞ്ഞതാണെന്നും ഇതിനകത്ത് ഒരു തിരുത്തലും ഇല്ലെന്നും ഒരു എഡിറ്റിങ്ങും ഇല്ലെന്നും ഞാൻ പറഞ്ഞത് അതേപോലെ രേഖപ്പെടുത്തി സംപ്രക്ഷേപണം ചെയ്തതാണെന്നും ടെലികാസ്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞു. അയാൾ റാറ്റിഫൈ ചെയ്തു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി നിങ്ങളുടെ ഒരു മീഡിയ പേഴ്സൺ അഭിലാഷ് മോഹൻ. ആലഞ്ചേരി പിതാവിനോട് പറഞ്ഞിട്ടില്ലെന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞു. ആലഞ്ചേരി പിതാവിൻ്റെ മൊഴിയോ തന്നെയാണ്, പോലീസിലെ മൊഴിയോ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ പുറത്ത് പറയുന്നതല്ലേ, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇതിനൊന്നും ഒരു തെളിവുമില്ല. അവരെ വിസ്തരിച്ചില്ല പ്രോസിക്യൂഷൻ. ജലന്ധറിലെ മദർ ജനറലിനെ വിസ്തരിച്ചില്ല. പ്രധാനപ്പെട്ട പല സാക്ഷികളെ അവർ ഒഴിവാക്കി.
ഇതിനകത്ത് 39 സാക്ഷികളെ വിസ്തരിച്ചു. ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല. കൂറുമാറാതെ തന്നെ മുഴുവൻ സാക്ഷികളും പറയുന്ന കള്ളമാണെന്ന് തെളിഞ്ഞു കോടതി. അതായി കേസ്. ശരി. പ്രതിഭാഗം അഭിഭാഷകനാണ് സംസാരിച്ചത്. ഈ കേസ് സംബന്ധിച്ച് ഇത് കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. ഈ കന്യാസ്ത്രീക്കെതിരായിട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു നടപടിയെടുത്തതിലെ പ്രതികാര സംഗതി കൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത് എന്നാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. സ്വാധീനിക്കാൻ ബിഷപ്പ് പോയില്ല. അതുകൊണ്ട് തന്നെ ഒരു സാക്ഷിയും കൂറുമാറിയില്ല. 39 സാക്ഷികൾ ലോയൽ വിറ്റ്നസ്സാണ്. ഒരു സാക്ഷിയും കൂറുമാറിയിട്ടില്ല. ആ 39 സാക്ഷികളിൽ ആ കാര്യം ഇത് പരിഗണിച്ച കോടതി അവരെ അവിശ്വസിച്ചു. അതിന് ബിഷപ്പ് അവിടെ ഗസ്റ്റ് ഹൗസ് ഇല്ലേ? അതിൽ ഗവൺമെന്റിലല്ല ബിഷപ്പ് പോകുന്നത്, അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിലാണ് ബിഷപ്പ് പോകുന്നത്. അവിടെ എല്ലാ അച്ഛന്മാരും പിതാക്കന്മാരും ഒന്നും താമസിക്കുന്നതല്ല. അവിടെ ഒന്നും താമസിക്കാൻ ഒരു കുഴപ്പമില്ല. അത് ഗവൺമെന്റിന്റെ ഭാഗമല്ല. പ്രോസിക്യൂഷൻ സാക്ഷികൾ ഓസ്ട്രേലിയയിലല്ല, പക്ഷേ അവരുടെ മൊഴികൾ ബിഷപ്പിന് അനുകൂലമാണ്. അവർ പോലീസോട് പറഞ്ഞു തന്നെ ഇവിടെയും പറഞ്ഞു. അവർ മാറി പറഞ്ഞില്ല. അവർ ഈ നമ്മൾ മീഡിയയിൽ കേൾക്കുന്ന പോലെയല്ല, ഒരു സാക്ഷിയോടും ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും 4 വർഷം കഴിഞ്ഞ് പരാതി കൊടുക്കുന്നവർ ഒരാളും പറഞ്ഞിട്ടില്ല. അതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യം. ഇന്റൻഷൻ അറിയാലോ. ക്രൈസ്തവ സഭകൾക്കെതിരായുള്ള ഒരു ആക്രമണം നടത്താൻ കിട്ടിയ ഒരു അവസരം അവരത് ഉപയോഗിച്ചു. ഇത് ക്രൂക്കഡായിട്ടുണ്ടാക്കിയ കഥയാണെന്ന് ആദ്യം മുതൽ അറിയാവുന്നതല്ലേ. ആദ്യം മുതൽ ഞാൻ ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്ത ആളാണ്. എല്ലാ ചാനലും ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. അന്ന് പോലെ പറഞ്ഞ് ബിഷപ്പ് ഇതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ക്രൈസ്തവ സഭകൾക്കെതിരെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂക്കർ സ്റ്റോറി. അതിന് എന്ത് സുഭാഷ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് USP ഇപ്പം ചോദിക്കരുത്. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം വേണ്ട കോടതിക്കകത്തുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ പുള്ളിയോട് ഇൻ്റർവ്യൂ നടത്താത്തത്? അന്നത്തെ ഇവിടുത്തെ SPI ഇൻ്റർവ്യൂ നടത്താത്തതന്നെ. ഇവർ ഉണ്ടാക്കിയെടുത്ത കേസ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതന്നെ. ബിഷപ്പ് ആദ്യം മുതൽ അവസാനം വരെ നിയമത്തിന് വിധേയനായിരുന്നു. വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ പുള്ളി വന്നു. പുള്ളി ജാമ്യം എടുത്ത് പുള്ളി ഇവിടുന്ന് മുങ്ങിയില്ല. പുള്ളി അവസാനം വരെ കോടതിയിൽ വന്നു. ഇന്നും കോടതിയിൽ വന്നു. അതായത് സത്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്ന, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉത്തമനായൊരു ക്രൈസ്തവൻ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇതൊന്ന് മാറി. ഇങ്ങനെ ആരോപണം ഉണ്ടായപ്പോഴേ ക്രൈസ്തവ സേവകനാണ്. അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി. നിങ്ങളത് തിരിച്ചു വരണം വരെ ആകട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഐ ക്യാൻ സ്പീക്ക്. നേരത്തെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ, അതായത് CS അജയനാണ് ആദ്യം സംസാരിച്ചത്. അതായത് ഈ കേസിൽ ഒരു പ്രോസിക്യൂഷൻ 39 സാക്ഷികളെയാണ് ഹാജരാക്കിയത്. അവരൊരാൾ പോലും കൂറുമാറിയിട്ട് പോലുമില്ല. കൂറുമാറാത്തൊരു കേസിലാണ് കോടതി ഇത്തരത്തിൽ ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കിയത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് എടുത്തു പറയാനുള്ളത്, ഇക്കാര്യത്തിൽ ഈ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലടക്കം സിസ്റ്റർ അനുപമ നൽകിയ ഒരു മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. അതായത് ഈ സിസ്റ്റർ പീഡിപ്പിക്കപ്പെടുന്ന കാലത്തൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സിസ്റ്റർക്കെതിരെ സിസ്റ്റർക്കെതിരെ ബിഷപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ മാത്രമാണ് അവർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നത്, തങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് സിസ്റ്റർ അനുപമ ഒരു മാധ്യമത്തിന് മൊഴി നൽകി, ഒരു ഇൻ്റർവ്യൂ നൽകിയെന്നാണ് പറയുന്നത്. ഈ മാധ്യമപ്രവർത്തകനെയും കോടതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്യുകയുണ്ടായി. ആ മാധ്യമപ്രവർത്തകൻ ഈ അനുഭവം പറഞ്ഞ കാര്യം അതേപോലെ ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും പ്രോസിക്യൂഷൻ സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് കോടതി അവിശ്വസിച്ചിരിക്കുന്നു. കൃത്രിമ തെളിവുകൾ, അതായത് രേഖകൾ കൃത്രിമമാക്കി ഉണ്ടാക്കിയതാണ് എന്നതടക്കമുള്ള. അവിടെ ശ്രീജിത്ത്, നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹരിശങ്കർ ഇത്തരം കാര്യങ്ങളെല്ലാം സ്ഥാപിക്കാൻ സാധിച്ചിരുന്നു. ഇത് അപ്പീൽ പോകേണ്ടുന്ന കേസാണ് എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ആദ്യത്തെ പ്രതികരണമായിട്ട് ഇപ്പോൾ അഭിലാഷ് മോഹൻ നടത്തിയ അഭിമുഖത്തിൽ അനുപമ പറഞ്ഞത്, ഈ കേസ് സംബന്ധിച്ച്, ഈ ആരോപണം സംബന്ധിച്ച് ഞങ്ങൾ അറിഞ്ഞത് ഇതിന് ശേഷമാണ് എന്ന്. അഭിലാഷ് മോഹൻ അവിടെ അഭിമുഖകാരൻ എന്ന നിലക്ക് ഇത് ഞാൻ നടത്തിയ അഭിമുഖത്തിൽ എന്തെങ്കിലും വ്യാജം സംഗതി ഉണ്ടായിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് എടുത്തത് മുഴുവൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്ന സാധാരണ എല്ലാ മാധ്യമപ്രവർത്തകരും നൽകുന്ന ശരിയായ ഉത്തരം നൽകി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് ഏത് വിധത്തിലാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി എന്ന് നമ്മളോട് ഈ അഭിഭാഷകൻ പറയുന്നത്? അതായത് ഞാനെടുത്ത അഭിമുഖം കൃത്യമാണ്, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളില്ല എന്ന് മാത്രം സംബന്ധിച്ചത് എങ്ങനെയാണ് അവർക്ക് അവിടെ സ്ഥാപിക്കാനായത് ഈ കേസിൽ അവർക്ക് അനുകൂലമായിട്ട്? സനീഷ്, അതാണ് പ്രധാനപ്പെട്ടത്. അതായത് ഈ കേസിൽ രഹസ്യമൊഴി നൽകിയ കന്യാസ്ത്രീകളടക്കം ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ്. ആ മൊഴി നൽകിയതും 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയതും എല്ലാം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ വഞ്ചി സ്ക്വയറിലെ സമര സമയത്ത് അഭിലാഷ് മോഹന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്, ഈ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷമാണ് ഈ പീഡനത്തിൻ്റെ കാര്യം തങ്ങൾക്ക് അറിയുന്നത് എന്ന് സിസ്റ്റർ അനുപമ അഭിലാഷിനോട് പറഞ്ഞു എന്നാണ് ഈ അഭിമുഖത്തിൽ വന്നിരിക്കുന്നത്.
അത് പ്രതിഭാഗം ആയുധമാക്കി കോടതിയിൽ ഈ മാധ്യമപ്രവർത്തകനെയും വിളിച്ചു വരുത്തി വിചാരണ ചെയ്തു. അത് വലിയ ഗുണമായി എന്നാണ് പ്രതിഭാഗത്തിന്റെ വലിയ വിലയിരുത്തൽ ഉള്ളത്. എന്തായാലും അതായത് സുജിത്ത്, അതിനകത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട വിധിയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ അതിനകത്ത് ഇതുപോലൊരു സംഭവം അത് നേരത്തെ ഹരിശങ്കർ ചൂണ്ടിക്കാണിച്ചു. ഈ സാധാരണഗതിയിൽ ഈ കേസും ഇത്തരം പരാതികളും മറ്റുമൊന്നും ആയിട്ട് ഒരു പരിചയവുമില്ലാത്ത കന്യാസ്ത്രീകൾ ഇങ്ങനെയൊരു അതിനിന്ദ്യമായിട്ടുള്ളൊരു കുറ്റകൃത്യത്തിനിരയായിട്ട് അവർ പൊതുസമൂഹ സമക്ഷം വന്ന് സമരം നടത്തുകയും മറ്റും നേരത്തെ ഒട്ടും പരിചയമില്ലായിരുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിനകത്തൊക്കെ വന്ന പിശകുകളെ, അല്ലെങ്കിൽ അവർക്ക് അറിയാതെ എന്നോണം വന്ന പിശകുകളെ ആണ് അവർക്ക് ഏറ്റവും ബലമായിട്ടുള്ള തെളിവായിട്ട് കോടതിക്ക് മുമ്പാകെ സ്ഥാപിക്കാനായതെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് അവരുടെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സ്ഥാപിക്കാനും സാധിച്ചില്ല എന്ന ചോദ്യം വരും മണിക്കൂറുകളിൽ പ്രസക്തമായി വരികയില്ലേ? ആത്യന്തികമായിട്ട് അന്വേഷണ സംഘത്തിൻ്റെ പിഴവ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണോ ഉണ്ടായിട്ടുള്ളത്? എപ്പോഴാണ് നമുക്ക് ഈ വിധിപ്പകർപ്പ് ലഭിക്കുകയും എന്താണ് കോടതി അതിൽ നിരീക്ഷിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുക? കോടതിയിലെ ഉത്തരവ് വൈകി മാത്രം ലഭിക്കാനാണ് സാധ്യത സനീഷ്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഒരുപാട് പരിമിതികളുള്ള കേസായിരുന്നു. പ്രത്യേകിച്ച് ഇത് നേരിട്ടുള്ള തെളിവുകളില്ല. ഈ ബിഷപ്പ് മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോൾ കന്യാസ്ത്രീയുടെ മൊബൈൽ അടക്കം കളവ് പോയി എന്ന മൊഴിയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കാൻ ആവശ്യമുള്ള സാങ്കേതികമായ തെളിവുകളില്ല. ഈ ബിഷപ്പ് ഈ ദിവസങ്ങളിൽ ആ മഠത്തിലെത്തി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ബലാത്സംഗമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകളില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വാദം. അവിടെയാണ് ഈ തൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു കന്യാസ്ത്രീയെ അവരുടെ സാമൂഹിക സാഹചര്യങ്ങളും അവരുടെ സഭയ്ക്കുള്ളിലെ പ്രതിസന്ധികളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ കേസ് പരിഗണിക്കണമെന്ന നിർദ്ദേശവുമായി കുറ്റപത്രമടക്കം സമർപ്പിക്കുകയും കോടതിയിൽ വാദം നടത്തുകയും ഒക്കെ ചെയ്തത്. അവിടെ അന്വേഷണ സംഘത്തിന് കഴിയുന്ന പരമാവധി തെളിവുകൾ, പ്രത്യേകിച്ച് അവിടെ ഒപ്പമുണ്ട കന്യാസ്ത്രീകളുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എടുക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ മൊഴി മാറാതിരിക്കാൻ അത്തരത്തിലുള്ള ഇതെടുക്കുന്നു. അവരെല്ലാവരും ആ കേസിൽ ഈ വിവരങ്ങളെല്ലാം അറിയാമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴാണ് അനുപമയുടെ ഒരു ഇൻ്റർവ്യൂ ഇതിൽ നിന്ന് വിരുദ്ധമായി വന്നു എന്ന് പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും അത് കോടതി തെളിവായി സ്വീകരിച്ചു എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. എന്തായാലും ഈ മാധ്യമപ്രവർത്തകനെ അടക്കം, അഭിലാഷിനെ അടക്കം കോടതിയിൽ വിസ്തരിക്കുകയും ചെയ്തു. അത് ഗുണമായി എന്ന് തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് തുടർച്ചയായുള്ള കളവുകളാണ്, ഇതൊരു കളവുകളാണ്, കെട്ടിച്ചമച്ച കേസാണ് എന്ന് തെളിയിക്കാൻ ഈ ഒരു മൊഴി കാരണമായിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഈ പ്രതിഭാഗം അഭിഭാഷകനായ CS അജയൻ നടത്തുകയും ചെയ്തത്. ഈ ഒരു സമയത്തുണ്ടായിരുന്ന ഇവിടേക്ക് എത്തി, ഫ്രാങ്കോ മുളയ്ക്കൽ എത്തി എന്നതടക്കമുള്ള മൊഴികൾക്കപ്പുറത്തേക്ക് ആ മൊഴികൾ ഉൾപ്പെടെ കളവാണ് എന്ന് കോടതി വിശ്വസിച്ചു. കോടതി അതാണ്, ഒരാൾ പോലും കൂറുമാകാറാത്ത കേസായിട്ടും കോടതി അതാണ് വിശ്വസിച്ചത് എന്നാണ് ഈ കേസിൽ നിന്ന് സ്വാഭാവികമായും ഈ കേസിന് ശേഷം പുറത്തു വരുമ്പോൾ പ്രതിഭാഗം വിലയിരുത്തുന്നത്. പ്രിൻസ്, ഒരാൾ കുറവിലങ്ങാട് പോകും. ശരി ശ്രീജിത്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നേരത്തെ ഇത് പ്രതിഭാഗത്തിൻ്റെ അവകാശവാദങ്ങൾ ഇവയൊക്കെയാണെങ്കിലും ഇത് വളരെ വ്യക്തമായിട്ട് കോടതിക്ക് മുമ്പാകെ സ്ഥാപിക്കാൻ സാധിച്ചിരുന്നു. ഈ ഇരയായ സ്ത്രീ കോടതിക്ക് മുമ്പിൽ അവരുടെ മൊഴിയിൽ അവസാനം വരെയും എല്ലാ ക്രോസ് വിസ്താരങ്ങൾക്ക് ശേഷവും ഉറച്ചു നിന്നിരുന്നു. അത് സാധൂകരിക്കാനുള്ള നിരവധി തെളിവുകൾ ശാസ്ത്രീയമായതടക്കം ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി വന്നതെന്ന് അറിയില്ല, അപ്പീൽ പോകുമെന്നാണ് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ശ്രീ ഹരിശങ്കർ പറഞ്ഞത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിധിയല്ല. വളരെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് എവിഡൻസസ് കോടതിയിൽ വന്നിട്ടുണ്ട്. ഇതിലെ വിക്ടിമിന്റെ മൊഴി വളരെ ക്ലിയർ ആയിട്ടുള്ള മൊഴിയാണ്. കോടതിയിൽ വളരെ നന്നായി 9 ദിവസം ക്രോസ് ചെയ്തിട്ടും വിക്ടിം ആ മൊഴിയിൽ പിടിച്ചു നിന്നു. മാത്രമല്ല കൊറോബറേറ്റീവ് എവിഡൻസസ്, മെഡിക്കൽ എവിഡൻസസ് ഒക്കെ ഉള്ള കേസാണ്. ആക്ടിവിറ്റിയിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വിശദമായി പഠിക്കും. തീർച്ചയായിട്ടും അപ്പീൽ പോകേണ്ട കേസാണ്. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന വിധിയല്ല. തീർച്ചയായിട്ടും അപ്പീൽ പോകും. കാരണം ഇതിൽ അങ്ങനെ ഒരു വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ വിധി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു റേപ്പ് കേസിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഫിഡൂഷ്യറി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വിക്ടിം ഇത്രയും ധൈര്യം കാണിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. മാത്രമല്ല, ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ പുറത്ത് വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എല്ലാം മറികടന്നുകൊണ്ട് ഒരു കന്യാസ്ത്രീ ഇത്തരം ഒരു പരാതിയായിട്ട് വരുമ്പോൾ അതിനകത്ത് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് മാത്രമേ ആ കേസിലുള്ളൂ.
ഇപ്പൊ 2014 കേസ് 2018 റിപ്പോർട്ട് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും ആ ഡിലേ അല്ല എന്ന് പറയുന്നത് അതിനകത്ത് ആ സിസ്റ്റത്തിൽ അവർ സഫർ ചെയ്യുന്ന ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡിലേ ആണ്. അപ്പൊ അതൊക്കെ അതിന്റേതായ രീതിയിൽ കാണണമെന്ന് നിരവധി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയൊക്കെ ജഡ്ജ്മെന്റ്സ് നിലവിലുണ്ട്. അതിനെല്ലാം ഒരു 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 പ്രതികൂലമായിട്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു കാരണവശാൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല, തീർച്ചയായിട്ടും അപ്പീൽ പോകും. ഒരു റേപ്പ് കേസിനെ സംബന്ധിച്ചിടത്തോളം വിക്ടിമിന്റെ മൊഴി വിശ്വസനീയമാണെങ്കിൽ അത് വെച്ച് മാത്രം ശിക്ഷിക്കാമെന്ന് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കെ നിരവധി കൊറോബറേറ്റീവ് എവിഡൻസസും മെഡിക്കൽ എവിഡൻസും അടക്കമുള്ള ഒരു കേസിൽ വളരെ തെറ്റായ ഒരു വിധിയായിട്ട് തന്നെയാണ് ഇതിനെ അക്കാഡമിക്കായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതുപോലെ ഫിഡൂഷ്യറി റിലേഷൻഷിപ്പിൽ പ്രതികരിക്കാനാകാതെ നിൽക്കുന്ന നിരവധി നിരാലംബരായ ആളുകൾക്ക് അവരുടെ കറേജ് പോകുന്ന രീതിയിലുള്ള വിധിയാണ് ഇത്. ഇത്തരം വിധികൾ വരുമ്പോൾ സ്വാഭാവികമായ ആളുകൾ പുറത്തേക്ക് വരാനായിട്ട് മടിക്കും. അപ്പോൾ ഇത്തരം വിധികളിൽ സ്വാഭാവികമായിട്ടും റേപ്പ് കേസുകളിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി തന്നെയാണ് കോടതി ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ആ കോടതി വന്നിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വളരെ പ്രൊഫഷണലായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ ഇന്ദുലേഖ ജോസഫ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ഇന്ദുലേഖ എങ്ങനെ കാണുന്നു? വലിയ സമരം നടത്തിയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളത്. വളരെ വേദനാജനകമായ ഒരു വിധിയാണ് ഇത്. ഈ വിധി കാണാതെ എന്താണ് ഈ കേസിൽ സംഭവിച്ചത്, പ്രോസിക്യൂഷൻ എന്ത് കാര്യത്തിലാണ് ഒരു പാളിച്ച ഈ കേസിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം കോടതിയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിലും കോടതിയുടെ മുമ്പിൽ പ്രധാനം എന്ന് പറയുന്ന തെളിവുകളാണ്. അപ്പോൾ ആ തെളിവുകൾ സമർപ്പിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ, ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വിധിയിൽ വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഈ കേസില് ഇത്രയധികം താമസം ഉണ്ടായത് ഒരു പക്ഷേ ഈ കേസിനെ ബാധിച്ച് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയധികം താമസം വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സഭയുടെ ഉള്ളിലുള്ള മെക്കാനിസത്തിന്റെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്, അതായത് അവർ സമയത്ത് തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ ഉന്നത അധികാരികൾ ഈ കന്യാസ്ത്രീയുടെ കംപ്ലൈന്റ് അപ്പോൾ തന്നെ പോലീസിലേക്ക് ഫോർവേഡ് തെളിവുകളുടെ അഭാവത്തിലാണെന്ന് പറയുന്നു. ശാസ്ത്രീയ തെളിവുകൾ അങ്ങനെയൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ആകെ അക്വിറ്റ് ചെയ്തെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പീൽ സ്വാഭാവികമായിട്ട് അത് സർക്കാരുമായിട്ട് ആലോചിച്ചിട്ടല്ലേ ചെയ്യണക്കുള്ളൂ. എനിക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പീൽ പോകും ഉറപ്പായിട്ടും. ഒറ്റ വരിയിൽ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. ഞങ്ങളുടെ പ്രതീക്ഷ ശിക്ഷിക്കുമെന്നായിരുന്നു. 39 സാക്ഷികളെ വിസ്തരിച്ചു. 39 സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി പറഞ്ഞു. 122 പ്രമാണങ്ങളും കൊടുത്തു. എവിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി എന്താണ് സംഭവിച്ചത്, കോടതി കണ്ടെത്തിയത് അത് എന്ത് കാര്യങ്ങളാണ് കണ്ടെത്തിയെന്നുള്ളത്, ഏത് ഘടകങ്ങളാണ് കണ്ടെത്തിയെന്നുള്ളത് ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ. പ്രതിഭാഗം പറഞ്ഞ ഈ 39 സാക്ഷികളെ വിസ്തരിച്ച് 39 സാക്ഷികളുടെയും മൊഴി കെട്ടിച്ചമച്ചാണെന്നുള്ള നിഗമനത്തിലേക്ക് കോടതിയല്ലേ? ഇല്ല അങ്ങനെ വരത്തില്ലല്ലോ. സാങ്കേതിക തെളിവുകൾ അല്ല, ജഡ്ജ്മെന്റ് വരട്ടെ. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പ്രതികരിക്കും. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ജഡ്ജ്മെന്റ് വായിക്കാതെ എനിക്ക് കോടതി എന്താ കണ്ടെത്തിയെന്ന് അറിയാതെ പറയാൻ പറ്റത്തില്ലല്ലോ. ആലോചിക്കാതെ പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി ഞാൻ തന്നെ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. അത് സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും എന്നാണ് എൻ്റെ 100% ഉറപ്പ്. ആരും ഹോസ്റ്റലായിട്ടില്ല. എനിക്കിപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല. എൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. എന്ന് പറയാനില്ല. പ്രതിഭാഗം അഭിഭാഷകർ നേരത്തെ പറഞ്ഞത് തള്ളുകയാണ്. ഏറ്റവും നന്നായിട്ട് കന്യാസ്ത്രീ നമ്മൾ പ്രസൻറ്റ് ചെയ്തതാണ്. ഏറ്റവും ഒരു സാക്ഷി പോലും പ്രോസിക്യൂഷനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വിധി വന്നതെന്ന് പഠിച്ചിട്ട് പറയാനാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചില്ല. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ഒരു നിമിഷം. അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം ഡിവൈഎസ്പി സുഭാഷ് ബാബുവാണ് സംസാരിച്ചത്. എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് നടപ്പാക്കിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ അഭിലാഷ് മോഹൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. അഭിലാഷിൻ്റെ അഭിമുഖം പ്രത്യേകമായിട്ട് പരാമർശിക്കുകയുണ്ടായി ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ. അഭിലാഷ് നമ്മോടൊപ്പം. അഭിലാഷ്, എന്തായിരുന്നു അത്? സിസ്റ്റർ അനുപമയുടെ അഭിമുഖം, അതിനകത്തെ ചില പരാമർശങ്ങൾ അവർക്ക് സഹായകരമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഞാൻ ഈ അഭിമുഖം എടുക്കുന്നത് 2018 സിസ്റ്റർമാരുടെ സമരം എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ വഞ്ചി സ്ക്വയറിൽ നടക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ സിസ്റ്റർമാരുടെ സമരമായിരുന്നു. അപ്പോ അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അഭിമുഖം എടുത്തു, റിപ്പോർട്ടർ TV അഭിമുഖം എടുത്തു. ആ അഭിമുഖം സംപ്രേഷണം ചെയ്തു. ഈ അഭിമുഖം വിചാരണ വേളയിൽ കോടതി മുൻപാകെ ഹാജരാക്കിയിരുന്നു പ്രതിഭാഗം. പ്രതിഭാഗം ഈ അഭിമുഖം ഹാജരാക്കിയിട്ട് ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ പറഞ്ഞതാണോ എന്ന് സിസ്റ്റർ അനുപമയോട് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ നിഷേധിച്ചു എന്നാണ്. തുടർന്ന് പ്രതിഭാഗം അങ്ങനെയാണെങ്കിൽ എന്നെ വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെടുകയും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. അതനുസരിച്ച് വിചാരണ കോടതി മുൻപാകെ ഞാൻ ഹാജരായിരുന്നു. ആ ഹാജരായ വേളയിൽ ഈ അഭിമുഖത്തെക്കുറിച്ച് ആണ് 2 ഭാഗം അഭിഭാഷകരും ചോദിച്ചത്. അതിന്റെ പ്രൈം ചോദ്യം, അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ അഭിമുഖം ജെനുവിനാണോ അതോ ഫാബ്രിക്കേറ്റഡ് ആണോ എന്നുള്ളതായിരുന്നു. ഈ അഭിമുഖത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ ഒമിഷൻസോ നടത്തിയിട്ടുണ്ടോ? അപ്പോ അങ്ങനെയില്ല. ഒരു പ്രത്യേകത, സാധാരണ നിലയ്ക്ക് ഒരു അഭിമുഖം എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു പ്രത്യേക നിലയിൽ അത് വരുത്തി തീർക്കാൻ വണ്ണം ഉള്ള യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങും അല്ലെങ്കിൽ അതിൽ ഒമിഷൻസ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ഇത് രണ്ടും വരുത്തിയിട്ടില്ല എന്ന് കോടതിയോട് പറയുകയും ചെയ്തു. അപ്പോ ഇതായിരുന്നു ആ അഭിമുഖത്തിന്റെ സാഹചര്യം. അതിൽ ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏത് പരാമർശമാണ് ഈ കേസിൽ ഈ വാദിഭാഗത്തിന്? അതായത് അഭിലാഷ്, ഞാൻ എടുത്ത അഭിമുഖത്തിൽ വ്യാജമായിട്ടൊന്നുമില്ല, എന്നോട് പറഞ്ഞതാണ്, അതിനകത്ത് കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം കോടതി മുമ്പാകെ സത്യം പറഞ്ഞു. അത് അവരേത് വിധത്തിൽ ഉപയോഗിച്ചു എന്നതാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ള കാര്യം, അല്ലേ? അതെ, അത് എനിക്കറിയില്ല. ഞാൻ ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിപ്പോ ഷൈജു ആന്റണിയെ വിളിച്ചാൽ അറിയാം, അവരാണല്ലോ കേസ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അവര് പ്രോസിക്യൂട്ടർ വളരെ സന്തോഷവാനാണ്. നിങ്ങൾ കൃത്യമായി യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെ കോടതിയിൽ പറഞ്ഞു, അത് സന്തോഷകരമാണ് എന്ന് നമ്മുടെ സിസ്റ്ററിന്റെ ഭാഗത്തു നിന്ന് തന്നെ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ഹരിശങ്കർ തത്സമയം പ്രതികരിക്കുകയാണ് അതിലേക്ക്. റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു കന്യാസ്ത്രീ, അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ പീഡിപ്പിക്കുന്ന ആളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അവർ നാളെ ജീവിക്കണോ മരിക്കണോ എന്ന് പോലും തീരുമാനിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇവിടെ അസൈലൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീ അപ്പം തന്നെ പ്രതികരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അതൊരു നാച്ചുറൽ കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണത്തിലേക്ക് പോയാൽ അവരുടെ ജീവിതം അപായപ്പെടാം, അവരുടെ എക്സിസ്റ്റൻസ് അണ്ടർ ക്വസ്റ്റ്യനിലേക്ക് വരാം. അവരുടെ സഹോദരി ഇതേ സഭയിൽ കന്യാസ്ത്രീയാണ്, അവരെ അപായപ്പെടുത്താം. അവരുടെ കുടുംബത്തെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങളിലേക്ക് പോകാം. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് 2 വർഷം വളരെ സൈക്കോളജിക്കൽ പ്രഷറിൽ ഇത് പുറത്തു പോലും പറയാൻ കഴിയാത്ത രീതിയിൽ കുറേ കാലം അനുഭവിച്ചു. സഹകന്യാസ്ത്രീമാരോട് പറയുന്നില്ല, കൗൺസിലേഴ്സിനോട് പറയുന്നു. അതിനുശേഷം പലതരത്തിലുള്ള കുംഭസാരങ്ങളിൽ ഏർപ്പെടുന്നു, ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു ധ്യാനവേളയിൽ ഒരു വൈദികൻ കൊടുത്ത മാനസികമായ കരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകന്യാസ്ത്രീമാരോട് പറയുന്നു. അവർ ആദ്യമായ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുന്നു. അതിനുശേഷം ഇവർ മറ്റേത് ആൾക്കാരോട് പറഞ്ഞേക്കുമെന്നുള്ള സംശയത്തിൽ ഇവർക്കെതിരെ പലതരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നു, സ്ഥലം മാറ്റുന്നു. ഒടുവിൽ അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു. ഇതെല്ലാം വരുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ അവർ 2018 പോലീസിൽ പരാതിയായിട്ട് വരുന്നത്. ഈ കാലയളവിലെല്ലാം തന്നെ അവർ ഈ വിഷയം പല ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരു കണ്ടിന്യൂമാണ്. അതിനുശേഷം 2018 അവർ പരാതിയായിട്ട് വരുന്നു. ഇതെല്ലാം ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റേപ്പ് എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്രൈമാണ്. അവിടെ പ്രതി നിയമത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരനാവുന്നതിനോടൊപ്പം തന്നെ വിക്ടിം എന്ന് പറയുന്നയാളും സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ്. അവരും ഒരു പ്രതിക്ക് തുല്യമായ മാനസികാവസ്ഥയിലേക്ക് പോവാണ്. സമൂഹം ഒറ്റപ്പെടുത്തുന്നു. അവരുടെ ഒരു മൊറാലിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ അവരുടെ എക്സിസ്റ്റൻസിനെയും ബാധിക്കുന്ന വിഷയമാണ്. ഇത്രയും സപ്പോർട്ടിങ് റീസൺസ് ആണ് ഈ ഡിലേയിലേക്കുള്ളത്. അതെല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ട് എവിഡൻസ് വന്നിട്ടുണ്ട്. കൊറോബറേറ്റീവ് എവിഡൻസസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് സാക്ഷികൾ കൃത്യമായി മൊഴി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സാക്ഷികളും സാധാരണക്കാരാണ്. പലരും ഈ സംവിധാനത്തിനകത്ത് തന്നെയുള്ളവരാണ്. ഒരു കന്യാസ്ത്രീ മൊഴി പറയാനായി കോടതി വരുന്ന സമയത്ത് അവരുടെ അമ്മ, നിങ്ങൾ കോടതിയിൽ മൊഴി പറഞ്ഞാൽ നിങ്ങൾ മൊഴി പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് വരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ
അവരെ സ്വതന്ത്രമായി മൊഴി പറയാൻ അനുവദിക്കണമെന്ന രീതിയിൽ പ്രോസിക്യൂഷൻ ഇടപെട്ട് അവരെ അനുനയിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാധാരണക്കാരായ ആളുകൾ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ആരും തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആകാതെ കൃത്യമായിട്ട് മൊഴി പറഞ്ഞ ഒരു കേസ് കൂടിയാണ്. 3 മെഡിക്കൽ എവിഡൻസ്. ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എവിഡൻസ് ഫോർ വെജിനൽ പെനിട്രേഷൻ എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ്. അത് വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇത്തരം ഒരുപാട് എവിഡൻസസ് നിലനിൽക്കുന്ന ഒരു കേസിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തന്നെ ഒരു റേപ്പ് കേസിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള വിധിന്യായങ്ങൾ നിലനിൽക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ഈ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ നോക്കിക്കാണുന്നത്. ജഡ്ജ്മെൻറ്റിൻ്റെ പകർപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ വളരെ അസാധാരണമായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഈ ജഡ്ജ്മെൻറ്റ് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും. കാരണം പൊതുവെ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ഹയർ കോർട്സിൻ്റെ എല്ലാം ഒരു ഗൈഡ് ലൈൻസ് എപ്പോഴും തന്നെ ഒരു റേപ്പ് വിക്ടിമിൻ്റെ മാനസിക അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. വിക്ടിമിൻ്റെ മാത്രം മൊഴി കൊണ്ട് ഇഫ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ വലിയ മാസീവ് കോൺട്രഡിക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ വിക്ടിമിൻ്റെ മൊഴി തന്നെ ഒരു സാറ്റിസ്ഫാക്ടറി പീസ് ഓഫ് എവിഡൻസ് ഫോർ കൺവിക്ഷൻ എന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ ഞെട്ടലോടെ ഞങ്ങൾ ഈ വിധിയെ നോക്കിക്കാണുന്നത്. ശരിക്കും ഇതിനൊരു സോഷ്യൽ ആംഗിൾ കൂടിയുണ്ട്. കാരണം ഇത് ഒരു കന്യാസ്ത്രീ അവർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറി ഇവിടം വരെ ഫൈറ്റ് ചെയ്തൊരു കേസാണ്. ഞങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ നിരവധി ആളുകൾ ഈ സിറ്റുവേഷനിൽ ഉണ്ടാവുമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു കന്യാസ്ത്രീക്ക് ഒരു അവസരം കിട്ടി, അവരതൊരു കച്ചിത്തുരുമ്പാക്കി അവർ മുന്നോട്ട് വന്നു, ഈ കേസ് നമ്മളിവിടം വരെ കൊണ്ടുവന്നു. നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ നൂറുകണക്കിന് നിശബ്ദർ വേറെ ഉണ്ടാവില്ലേ? ഈ ഒരു സിസ്റ്റത്തിൽ മാത്രമല്ല, ഈ ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് പല സിസ്റ്റംസ് ഉണ്ട്. ഓർഫനേജസിൽ ഉണ്ടാവാം, അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ തന്നെ അസൈലൻ്റ് ആവുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിൽഡ്രൻസ് ഹോമിലുണ്ടാവാം, മെൻ്റൽ അസൈലങ്ങളിലുണ്ടാവാം, ഓൾഡ് ഏജ് ഹോമുകളിലുണ്ടാവാം. അതുപോലെ പല സംവിധാനങ്ങളിലും ഫിഡൂഷ്യറി റിലേഷൻഷിപ്പിൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടാവാം. അവിടെയെല്ലാം അവരുടെ ലൈഫ് എക്സിസ്റ്റൻസ് അണ്ടർ ത്രെറ്റ് ആയതുകൊണ്ട് ഇത് പുറത്ത് പറയണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വിധി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് ദ മെസ്സേജ് ദാറ്റ് വി ആർ ഗിവിങ്? ഇത്തരം ആളുകൾ ആജീവനാന്തകാലം നിശബ്ദരായിരിക്കണമെന്നാണ് നമ്മൾ ഈ വിധിയിലൂടെ പറയുന്നതെങ്കിൽ അത് സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിധിയാണ്. തീർച്ചയായിട്ടും അപ്പീൽ പോവും. അതിൻ്റെ വിധി പകർപ്പ് കിട്ടിയാൽ ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറുമായി ഡിസ്കസ് ചെയ്ത് അത് അപ്പീൽ പോകാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി രാവിലെ നിർദ്ദേശിച്ചത്. ഇത് അപ്പീൽ പോകണം. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിൽ വലിയ തിരിച്ചടികളൊന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. വിചാരണ സമയത്ത് പൂർവ്വമാറ്റം അടക്കമുണ്ടായില്ല. വളരെ ആത്മവിശ്വാസത്തോടെ പോയിട്ട് ഒരു തിരിച്ചടി ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ വിലയിരുത്തുന്നത്? അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് അത് ജഡ്ജ്മെൻറ്റ് വന്നാലേ നമുക്കറിയാൻ കഴിയുള്ളൂ. പ്രതിഭാഗം ഹാജരാക്കിയ വിറ്റ്നസ്സസ്, ആ വിറ്റ്നസ്സസ് ആരും തന്നെ ക്രെഡിബിളായി ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞിട്ടുള്ള വിറ്റ്നസ്സസ് അല്ല. നമ്മുടെ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സസ് മാറ്റി നിർത്തിയാൽ ഇതിലെ ഡിഫൻസ് വിറ്റ്നസ്സസ് ആർക്കും തന്നെ ഒരു ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു ക്രെഡിബിളായിട്ടുള്ള യാതൊരു ഡിഫൻസ് വിറ്റ്നസ്സും ഹാജരാക്കിയിട്ടില്ല. പ്രോസിക്യൂഷൻ വിറ്റ്നസ്സസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് മൊഴി പറയുകയും ചെയ്തു. അതിൽ ഇതിപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നാൽ മാത്രമേ എന്താണ് അവിടുത്തെ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളത് നമുക്കറിയാൻ കഴിയുള്ളൂ. എന്തു തന്നെ ആയാലും ഇത് നമ്മൾ ഒരു കാരണവശാലും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഇതിന് അപ്പീൽ പോകും. ഇപ്പോൾ ഇതിനകത്ത് 5 കന്യാസ്ത്രീമാർ അവർക്കൊപ്പം നിന്ന അവർക്ക് സംരക്ഷണം വേണം. അവർ ആ മഠത്തിൽ ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ട നിലയിൽ അതിനെ എങ്ങനെയാണ് പോലീസ് കാണുന്നത്? എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്ന അടക്കമുള്ള ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും അത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഓൾറെഡി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് വിധി വരുന്ന ദിവസത്തിൽ ഓൾറെഡി അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. ഈ കേസിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം 2018 ഒരു ജഡ്ജ്മെൻറ്റിലൂടെ പുറത്തു വന്ന വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം കേരളത്തിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ്. ഇതിലെ ഒരു സാക്ഷി അവരെ
മൊഴി പറയാതിരിക്കുന്നതിനായി ഹൈദരാബാദിൽ കൊണ്ടുപോയി ഒളിച്ചു താമസിപ്പിച്ച ഒരു സാഹചര്യം വരെ ഉണ്ടായി. അവരുടെ വീട്ടുകാർ മിസ്സിംഗ് കേസ് കൊടുത്ത് അവരെ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി താമസിപ്പിച്ചതിന് ശേഷം അവർ വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ കമ്പീറ്റൻ്റ് അതോറിറ്റിയായ കോട്ടയം ജില്ലാ ജഡ്ജിയുടെ മുന്നിൽ അവർ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പീറ്റൻ്റ് അതോറിറ്റി കൂടി അവർക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഉത്തരവാകുകയും ചെയ്ത ഒരു കേസാണ്. 2018 വന്ന വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ആക്ച്വലി അതിൽ ഫോം ചെയ്ത കമ്പീറ്റൻ്റ് അതോറിറ്റി ഒരു ജില്ലയിൽ ജില്ലാ ജഡ്ജിയും ജില്ലാ SP-യും ജില്ലാ പ്രോസിക്യൂട്ടറും അടങ്ങുന്നതാണ് കമ്പീറ്റൻ്റ് അതോറിറ്റി. ആ കമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ മുന്നിൽ അപേക്ഷ വന്നു. അപേക്ഷ കമ്പീറ്റൻ്റ് അതോറിറ്റി പരിഗണിച്ച് അവർക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഉത്തരവായ ആദ്യത്തെ കേരളത്തിലെ ഒരു കേസ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിക്ടിംസിനെയും ഇതിൻ്റെ വിറ്റ്നസസ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് 2018 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന് അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അത് പെറ്റീഷൻ ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്ത് കമ്പീറ്റൻ്റ് അതോറിറ്റിയിൽ നിന്ന് ആവശ്യമായ ഓർഡേഴ്സ് വാങ്ങുന്നതിനുള്ള നടപടി കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. ഇല്ല, അതിപ്പോൾ ഒരു ജുഡീഷ്യൽ ഡിസിഷനെ നമുക്കങ്ങനെ പറയുന്നത് ശരിയല്ല. അക്കാഡമിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ജുഡീഷ്യൽ ഡിസിഷനെ ഇൻ ദ ലൈറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഡിസിഷൻസ് ഓഫ് ഹയർ കോർട്ട്സ് അതിനെ നമ്മൾ അക്കാഡമിക് ആയിട്ടാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഹയർ കോർട്ട്സിൻ്റെ അക്കാഡമിക് ഡിസിഷൻസ് ഒരുപാടുണ്ട്. അതിൽ ഒരു FIRൽ വരുന്ന ഡിലേ, ഒരു റേപ്പ് കേസിൽ ഏതൊക്കെ രീതിയിൽ അതിനെ കണക്കാക്കണം, കോൺട്രഡിക്ഷൻസ് എങ്ങനെ എടുക്കണം, ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഒരുപാട് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതുവരെയുള്ള പ്രോസിക്യൂഷനെ നമ്മൾ അനലൈസ് ചെയ്തതും നമ്മൾ ഇതിലേക്കൊരു കൺവിക്ഷനിലെത്തുമെന്ന് നമ്മൾ ധരിച്ചതും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് നോട്ട് ഇൻ ലൈൻ വിത്ത് ദി ജനറൽ ട്രെൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഇൻ ദ കൺട്രി. അതൊരു അബറേഷനാണ്. ആ അബറേഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ജഡ്ജ്മെൻറ്റ് പഠിച്ചിട്ടേ നമുക്കറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം ഈ കേസിൽ അപ്പീലിന് വളരെ വലിയ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം അതിനകത്തുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ഫർദർ ആക്ഷൻസിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞത് അതിൻ്റെ അക്കാഡമിക് ഇൻ്റർപ്രിട്ടേഷനാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലീഗൽ ഫ്രെയിംവർക്കിൽ നിൽക്കുന്ന ലോ, ആ ലോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇത്തരം കേസുകളിൽ റേപ്പ് വിക്ടിംസിലെ ഒരാൾ അനുഭവിക്കുന്ന ട്രോമ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റാണ്. റേപ്പ് വിക്ടിംസ് പണ്ട് റേപ്പ് ചെയ്യുമ്പോൾ നിലവിളിച്ചില്ല, അല്ലെങ്കിൽ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇറങ്ങി ഓടിയില്ല, അല്ലെങ്കിൽ ശബ്ദിച്ചില്ല എന്നുള്ളത് കൊണ്ട് അക്വിറ്റ് ചെയ്യുന്ന സാഹചര്യം പണ്ടുണ്ടായിരുന്നു. നിർഭയ കേസ് വന്നതിന് ശേഷം വന്ന ക്രിമിനൽ അമെൻമെൻറ്റിൽ 375 IPCയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈസ് നോട്ട് എവിഡൻസ് ഫോർ കൺസെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു സ്ത്രീ നിലവിളിച്ചില്ല എന്നുള്ളത് കൊണ്ട് കൺസെൻറ്റ് കൊടുത്തു എന്ന് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺസെൻറ്റ് ഷുഡ് ബി അൺഇക്വിവോക്കൽ വെർബൽ ഓർ നോൺ വെർബൽ കൺസെൻറ്റ് എന്നാണ് 375. അപ്പോൾ അത്രയും പ്രൊട്ടക്ഷൻ ലീഗൽ ഫ്രെയിംവർക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഈ കേസിൽ പ്രത്യേകിച്ച് പശ്ചാത്തലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അസൈലൻറ്റിന് എഗെയിൻസ്റ്റ്, അസൈലൻറ്റ് ഇസ് എ പേഴ്സൺ ഇൻ മാസ്റ്റർ പൊസിഷൻ, അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർ അനുഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അവരുടെ മാനസികാവസ്ഥ, അവരുടെ സോഷ്യൽ സിറ്റുവേഷൻ, അവരുടെ പിയർ പ്രഷർ, അതോടൊപ്പം തന്നെ ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കന്യാവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു എന്നാണ് അവർ പരാതി പറയാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ അതിനെയൊക്കെ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം വാട്ട് ഈസ് ദ ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ ഗിവൻ ബൈ ദി കോർട്ട് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും അതിലേക്ക് ഫർദർ കാര്യങ്ങൾ നോക്കാം. കോട്ടയം SP ആയിരുന്ന ഹരിശങ്കറാണ് സംസാരിച്ചത്. വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പീലിന് പോകാവുന്ന എല്ലാ ഗ്രൗണ്ടും ഈ വിധിയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരാശാജനകമായ വിധി വന്നത് എന്ന കാര്യം അറിയില്ല. വളരെ കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ സ്ഥാപിക്കാനായിരുന്നു. ഇതുപോലൊരു സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കന്യാസ്ത്രീ പരാതിക്കാരിയായി വരുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവിക
വൈകൽ മാത്രമേ പരാതി പറയുന്നതിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും കോടതി പരിഗണിക്കേണ്ടതായിരുന്നു. നേരത്തെയുള്ള നിരവധിയായുള്ള സുപ്രീം കോടതിയുടെ അടക്കമുള്ള വിധിന്യായങ്ങൾ ഇരയെ ഏത് വിധത്തിൽ പരിഗണിക്കണമെന്നത് സംബന്ധിച്ച് ഉണ്ട്. ഇരയുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നത് കൺസെൻറ്റ് സമ്മതമായിട്ട് ധരിക്കരുത് എന്ന് നിർഭയ കേസിൽ വളരെ വ്യക്തമായി തന്നെയും അതിനുശേഷം വന്നിരിക്കുന്ന അമെൻമെൻറ്റിലുണ്ട്. അതുകൊണ്ട് നിയമവ്യാഖ്യാനത്തിൽ എന്തോ പിഴവ് പറ്റിയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഏത് വിധത്തിലാണിത് ഇങ്ങനെയൊരു വിധിക്ക് കാരണമായത് എന്ന് പരിശോധിക്കണം. അപ്പീൽ പോവുക, ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പരിശോധിച്ച് വിധി അനുകൂലമായി വരാനാകുന്ന സാഹചര്യമുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹരിശങ്കർ അല്പം മുമ്പ് പറഞ്ഞത്. നേരത്തെ പക്ഷേ പ്രതിഭാഗം വലിയ ആഹ്ലാദമാണ് പ്രകടിപ്പിച്ചത്. കോടതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും 39 സാക്ഷികളിൽ ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല എന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഈ സിസ്റ്റർ അനുപമയുടെ ഒരു അഭിമുഖം, അഭിലാഷ് മോഹൻ എടുത്ത ഒരു അഭിമുഖത്തിലെ പരാമർശങ്ങൾ ഇതിന് ബലമായി എന്ന് അഭിഭാഷകൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ശ്രീജിത്ത് അവിടെ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് മറ്റ് വിശദാംശങ്ങൾ? നമുക്ക് എപ്പോഴേക്കും ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, ഏത് വിധത്തിലുള്ള നിയമവ്യാഖ്യാനങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നത് പൂർണ്ണമായിട്ട് അറിയാൻ ആവുക എപ്പോഴാണ്? തീർച്ചയായും കുറച്ചുകൂടി വൈകും സനീഷ്, വൈകുന്നേരമെങ്കിലും ആകും. ഇന്ന് തന്നെ ഇറങ്ങുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ജിതേഷ് ബാബു പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായ വിധി എന്ന് തന്നെയാണ്. എല്ലാ തരത്തിലും പൂർണ്ണ ആത്മവിശ്വാസമായിരുന്നു തങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ എല്ലാ തരത്തിലുള്ള സാഹചര്യ തെളിവുകളുമുള്ള ഒരു കേസാണ്, പിന്നെയും എന്തുകൊണ്ട് കോടതി ഇങ്ങനെ വിധിച്ചു എന്നുള്ളതിൽ അദ്ദേഹം വളരെ ദൗർഭാഗ്യത്തോടു കൂടി കാണുകയാണ്. ഈ ഉത്തരവ് വന്ന ശേഷമാണ് എന്തുകൊണ്ട് കോടതി എവിടെ എന്തൊക്കെ പിഴവുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ശിക്ഷിച്ചില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുമെന്നാണ് ജിതേഷ് ബാബു പ്രതികരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം ഡിവൈഎസ്പി സുഭാഷും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. സിസ്റ്ററിനെ പോലെ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന, പുറമേ വന്ന് തുറന്ന് പറയാനാകാത്ത സാഹചര്യത്തിലുള്ള ഒരു സ്ത്രീ വന്നൊരു പീഡന വിവരം പറയുമ്പോൾ അതിന് നേരത്തെ തന്നെ പല സഭാ അധ്യക്ഷന്മാരോടും പറയുമ്പോൾ അതിനൊക്കെ ശേഷം പോലീസിനെ സമീപിച്ച് പോലീസ് ലഭിക്കാവുന്ന പരമാവധി തെളിവുകളെല്ലാം ഹാജരാക്കി വിചാരണയിലെത്തിയൊരു കേസിൽ എന്തുകൊണ്ട് കുറ്റക്കാരൻ എന്ന് കരുതിയ ആൾ പ്രതിയെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്ന വളരെ ഞെട്ടിക്കുന്ന ചോദ്യമാണ് അവർക്കുള്ളത്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണുള്ളത്. സാധാരണ ഒരു കേസിൽ പല കേസുകളിലും മുകൾ കോടതികളിൽ നിന്നൊക്കെ വെറുതെ വിടുന്ന സംഭവമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഇത്രയും ഒരു അധികാര കേന്ദ്രത്തെ ഒരു കീഴ്ക്കോടതി, ഒരു ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു എന്നത് വലിയ ആശ്ചര്യത്തോടു കൂടി കാണുകയാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാവരും. എന്തായാലും ഈ വിധിപ്പറിപ്പ് പുറത്തു വന്ന ശേഷം മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സ്വാഭാവികമായും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയധികം 164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒപ്പമുള്ള കന്യാസ്ത്രീകളുടെ അടക്കം രഹസ്യമൊഴി അടക്കമുള്ള ഒരു കേസാണ് ഇത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ ശ്രീജിത്ത്, ഇവരുടെ ഈ കന്യാസ്ത്രീകളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ലല്ലോ ഇതുവരെ. അവരുടെ പ്രതികരണം എപ്പോഴേക്കാണ് ലഭ്യമാവുക? നമുക്കത് അറിയാമോ? അവർ ഒരുപക്ഷെ വിധി പകർപ്പൊക്കെ ലഭിച്ച് പൂർണ്ണമായിട്ടൊരു നിയമ ഉപദേശമൊക്കെ ലഭിച്ചതിന് ശേഷമായിരിക്കും അല്ലേ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവുക? സനീഷ്, ഈ വിധിക്ക് മുൻപാണ് നമ്മൾ അവരോട് സംസാരിച്ചത്. ഈ വിധി പകർപ്പ് അല്ലെങ്കിൽ വിധിയുടെ വിശദാംശങ്ങൾ വന്ന ശേഷം പ്രതികരിക്കാമെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരെല്ലാവരും കുറവലങ്ങാട് മഠത്തിലാണ് ഉള്ളത്. അവിടെ എത്തി അവർ പ്രതികരിക്കും. അവിടെ എത്തിയ ശേഷം വൈകാതെ അവർ പ്രതികരിക്കും. അവിടെ ാണ് നമുക്കൊക്കെ ഉള്ളത്. ഏതായാലും വളരെ ഞെട്ടലോടുകൂടി തന്നെ ആയിരിക്കും സ്വാഭാവികമായും. കാരണം അവരൊക്കെയും ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. ഒരു പ്രതി പോലും, ഒരു സാക്ഷി പോലും അറിയുന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവർക്ക് ഈ കന്യാസ്ത്രീ മഠത്തിനകത്ത് നിന്ന്, സഭയുടെ കീഴിലുള്ള കന്യാസ്ത്രീ മഠത്തിനകത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് പുറത്തേക്ക് വന്ന, അതും ഇതുപോലൊരു വിഷയത്തിൽ ധീരമായിട്ട് പോരാടിയ ആളുകളാണ് ആ കന്യാസ്ത്രീകൾ. അവർക്ക് പക്ഷേ വലിയ തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ കോടതിക്കകത്ത് നിയമപരമായിട്ട് അത് സ്ഥാപിക്കാൻ സാധിച്ചില്ല അന്വേഷണ സംഘത്തിന്. പക്ഷേ അത് അന്വേഷണ സംഘത്തിൻ്റെ പിശകല്ല എന്നാണ് നേരത്തെ ശ്രീ ഹരിശങ്കർ പറഞ്ഞത്. എല്ലാ വിധത്തിലും വിധി അനുകൂലമായി വരേണ്ടതായിരുന്നു. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം കോടതിക്ക് മുമ്പാകെ സ്ഥാപിക്കാൻ തങ്ങൾക്ക് സാധിച്ചിരുന്നു. കന്യാസ്ത്രീ ഈ പീഡനത്തെ സംബന്ധിച്ച് തനിക്ക് ഉണ്ടായ
മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഒരു വൈരുദ്ധ്യവും ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വൈകിയ കാര്യമൊക്കെ ഇത്തരമൊരു സംവിധാനത്തിനകത്ത് നിന്ന് വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കപ്പെടാനാവുന്നതേ ഉള്ളൂ. കൊറാബറേറ്റീവായിട്ടുള്ള അവരുടെ മൊഴിക്ക്, അവരുടെ പരാതിക്ക് കൊറാബറേറ്റീവ് ചെയ്തുകൊണ്ടുള്ള തെളിവുകളടക്കം, ശാസ്ത്രീയമായതടക്കം കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ തങ്ങൾക്ക് സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടായതെന്നറിയില്ല. നിശ്ചയമായിട്ടും അപ്പീൽ പോകും. അപ്പീലിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് വളരെ വിശദമായിട്ട് ഹരിശങ്കർ നേരത്തെ പറഞ്ഞത്. സുഭാഷ് ബാബു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നറിയില്ല, വിശദമായിട്ട് പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് മാറുകയാണ് ഉണ്ടായത്. ബിഷപ്പ് ഫ്രാങ്കോ അങ്ങേയറ്റം വലിയ സന്തോഷത്തിലാണെന്ന് നമുക്ക് കാണാം. ആ ദൃശ്യങ്ങളിൽ അദ്ദേഹം അഭിഭാഷകരെയും മറ്റുള്ളവരെയും ഒക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണാം. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിധി പ്രസ്താവം കേട്ടതെന്നാണ് അകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത ജി ശ്രീജിത്ത് നേരത്തെ അല്പം മുമ്പ് പറഞ്ഞത്. അദ്ദേഹത്തിന് പിന്തുണയർപ്പിച്ച ആളുകൾക്കെല്ലാം വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജലന്ധർ രൂപത വാർത്താക്കുറിപ്പ് ഉടനടി തന്നെയും ഇറക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ വലിയ ചലനമുണ്ടാക്കുന്ന ഒരു സുപ്രധാനമായ വിധിയാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അങ്ങേയറ്റം നിരാശാജനകമാണ്. ഈ സമരത്തിന് പിന്നിൽ നിന്നിരുന്ന ഈ കന്യാസ്ത്രീകളുടെ കോസിന്, അവരുടെ പരാതിക്ക് അനുകൂലമായിട്ട് നിന്നിരുന്ന, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിരുന്ന ആളുകൾക്ക് വലിയ നിരാശയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള നിയമ പോരാട്ടം തുടരും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് വരാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അടുത്ത ബുള്ളറ്റിൻ ഉടനടി തന്നെ ആരംഭിക്കും. നമസ്കാരം.